ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ലോകം മുഴുവനും രാജ്യം മുഴുവനും നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കൽ നീട്ടിയതിന്റെ പേരിൽ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിനെ പ്രകീർത്തിക്കുകയും അവരെ മഹത്വപ്പെടുത്തുകയും അവരുടെ സ്ഥാനവും ബഹുമാനവും മനസ്സിലാക്കുകയും പരിശുദ്ധ ഇസ്ലാം മനുഷ്യരോട് കാണിക്കുന്ന ദയയും സ്നേഹവും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും പ്രകടമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഭാഗം സലഫിസ്റ്റുകൾ തീവ്രവാദികളായി മുദ്രകുത്തപ്പെട്ട വഹാബി കോമരന്മാർ ഇതിൽ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയതായി കണ്ടു. അവർക്ക് ഒരു സ്ത്രീ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുക എന്നത് സഹിക്കാൻ കഴിയുന്നില്ല. കാന്തപുരം ഉസ്താദിന്റെ മഹത്വം വാനോളം ഉയരുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധ ഇസ്ലാം അത് ജാതി മതം നോക്കാതെ മാപ്പ് ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം ലോകമറിയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് കാന്തപുരം ഉസ്താദ് ചെയ്തത് പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമായി പോയി, തിന്മയായി പോയി, ഖുർആന് വിരുദ്ധമായി പോയി, പ്രവാചക മാതൃകക്ക് വിരുദ്ധമായി പോയി എന്ന് ലേഖനം എഴുതുകയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ലോകത്തെ ഭീകരവാദം നടപ്പിലാക്കിയ ICSന്റെ പേരിലും അതുപോലെ മക്കയിലും മദീനയിലും സിറിയയിലും ഇറാഖിലും ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ ധാരാളം പണ്ഡിതന്മാരെ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഭീകരവാദികളാണ് വഹാബികൾ എന്ന് മലയാള നിഘണ്ടുവിൽ പോലും അതിന്റെ രചയിതാവ് അർത്ഥം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വഹാബികൾ ഇതിൽ നീരസം കാണിക്കുന്നതിൽ നമുക്ക് വിദൂരമൊന്നുമല്ല. എന്ന് മാത്രമല്ല, കാന്തപുരം ഉസ്താദിനടക്കം കൊല്ലണമെന്ന് പറയുകയും എഴുതുകയും ചെയ്തവരാണ് ഈ വഹാബി മൂവ്മെന്റുകൾ. അവർ ഇപ്പോൾ ഈ വിധി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ആ സ്ത്രീക്ക് ശിക്ഷ നീട്ടിക്കൊടുക്കപ്പെട്ടു. മാപ്പ് കൊടുക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കാൻ വേണ്ടി ബുധനാഴ്ച നടക്കേണ്ട കൊലപാതകത്തിൽ നിന്നും ആ സ്ത്രീ സുൽത്താനുൽ ഉലമയുടെ ഇടപെടലിലൂടെ രക്ഷപ്പെടുകയാണ്. അതിനെ ലോകം വാഴ്ത്തുകയാണ്. ചാനലുകളും FBകളും നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് ഓരോരുത്തരും FB പോസ്റ്റ് അത് ഇസ്ലാമിക വിരുദ്ധമായി എന്ന്. ഈ മഹത്തായ കർമ്മം ചെയ്തത് ലോകം വാഴ്ത്തുമ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമായി പോയി എന്ന്. ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ ദുർവ്യാഖ്യാന വീരന്മാർ ഇപ്പോൾ 8ൽ പൊട്ടി 18ആയി പരസ്പരം കാഫിറും ശിർക്കുമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദുർവ്യാഖ്യാന വീരന്മാർ ഇതിലും ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ചില ഹദീസുകൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. അയാൾ എഴുതുകയാണ്. ആരാണ് എഴുതുന്ന ആള്? മുറാഖിബുൽ ഇൻസാഫ് എന്ന് പറയുന്ന വ്യക്തി 15/6/2025 എഴുതിയ ഒരു പോസ്റ്റ്. എന്നാൽ കുറ്റവാളികളാണെന്ന് വ്യക്തമായി തെളിയുകയും ശരീഅത്ത് കോടതി ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറ്റവാളികളെ കുറ്റമുക്തരാക്കുന്നതിൽ
ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടി പ്രവർത്തിക്കൽ അന്യായമാണ്, അക്രമമാണ്, കുറ്റത്തിന് കൂട്ടുനിൽക്കലാണ്. അപ്പൊ ഇത് അക്രമമാണെന്നാ പറഞ്ഞത്. ശിക്ഷ ഇളവ് കൊടുപ്പിക്കല് അന്യായമാണ്, അക്രമമാണ്. അതിനുവേണ്ടി കഴിവും പണവും ആരോഗ്യവും അധ്വാനവും ആധിപത്യവും ഒക്കെ ഉപയോഗിക്കലും അതിനുവേണ്ടി ശുപാർശ പറയലും ശുപാർശ സ്വീകരിക്കലുമെന്ന് ഒക്കെ വാസ്തവത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കലാണ്. അത്തരം ശുപാർശകൾ സ്വീകരിക്കലും അപരാധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തെന്നറിയില്ല. അതിനെ ഇയാൾ തെളിവാക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിറകെ പറയും. യഥാർത്ഥത്തിൽ കൊലക്കുറ്റം ഇസ്ലാമിന്റെ നിയമം ശരിക്കും പഠിക്കണം. ഇയാൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന തെളിവ് നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടാൽ അവിടെ മാപ്പ് ചെയ്തു കൊടുക്കുക എന്നത് കൊല്ലപ്പെട്ടവന്റെ കുടുംബക്കാർക്ക് അനുവദനീയമാണ്, അത് പുണ്യവുമാണ്. എത്ര പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ലെങ്കിൽ കോടതി പ്രതിക്കൊല നടപ്പാക്കാവുന്നതാണ്. എന്നാൽ മാപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ ശുപാർശ ചെയ്താൽ അത് തെറ്റാണോ? ഇനി കോടതിയിൽ കൊല്ലാൻ വേണ്ടി വിധി വന്നാൽ പോലും കൊല നടപ്പാകുന്നതിന് മുമ്പ് മാപ്പ് ചെയ്തു കൊടുക്കാവുന്നതാണ്. മാപ്പ് ചെയ്തു കൊടുത്താൽ പിന്നെ കൊല നടക്കുകയില്ല. മാപ്പ് ചെയ്യുന്നതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് കർമ്മശാസ്ത്രഗ്രന്ഥമായ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു, ഫസ്ലും ഫീ മൂജിബിൽ അംദി വഫിൽ അഫ്വി, മാപ്പ് ചെയ്യുന്നതിനെ പറ്റി. വഹിയ സുന്നത്തും മുഅക്കദ, ഇത് ശക്തമായ സുന്നത്താണ് മാപ്പ് ചെയ്തു കൊടുക്കൽ. വബിഗൈരി മാലിൻ അഫ്ളൽ, ധനം ഇല്ലാതെ മാപ്പാണെങ്കിൽ ഏറ്റവും മഹത്തമാണ്. ധനം ദിയത്ത് നൽകാതെ, ഡെഡ് മണി നൽകാതെയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. വദാലികലിൽ ആയാത്തി വൽ അഹാദീസി, അതിന് ധാരാളം ആയത്തുകളും ഹദീസുകളും പ്രമാണമുണ്ട്. മിൻഹാ ഖബറുൽ ബൈഹഖി, ആയത്തുകളും ഹദീസുകളും മാപ്പ് ചെയ്യണമെന്നാണുള്ളത്. അത് പുണ്യകർമ്മമാണ്, അത് ശ്രേഷ്ഠമാണ്. അതിനുവേണ്ടി ശുപാർശ ചെയ്യാൻ, ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി ശുപാർശ ചെയ്താൽ, ആ കുടുംബത്തിനോട് ആ പുണ്യകർമ്മം ചെയ്യുമോ എന്ന് ശുപാർശ ചെയ്താൽ, അതിനുവേണ്ടിയുള്ള സമയം ഒന്നും കൂടി നീട്ടിപ്പിടിച്ചാൽ അത് തെറ്റാണെന്ന് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലായി പുരോഹിതന്മാർ പറയുന്നത്? ഖുർആനിലും ഹദീസിലും മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ച കാര്യത്തിന് വേണ്ടി ആ കുടുംബാംഗങ്ങളോട് ശുപാർശ ചെയ്യുന്നതോ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതോ, അതിനുവേണ്ടി അല്പം കൂടി നീട്ടാൻ അപേക്ഷ കൊടുക്കുന്നതോ, ശിക്ഷ നീട്ടിപ്പിടിക്കാൻ അപേക്ഷ കൊടുക്കുന്നതോ എങ്ങനെ കുറ്റകരമാകും? നന്മയ്ക്ക് വേണ്ടി സഹായിക്കലും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കലും പുണ്യമല്ലേ? തആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്നല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത്? എന്ന് മാത്രമല്ല, മഹാനവറുകൾ പറയുന്നു, ഒരു ഹദീസ് ഇമാം ബൈഹഖി മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മാ റുഫിഅ ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസാസുൻ ഖത്തു ഇല്ലാ മറ ഫീഹി ബിൽ അഫ്വി, കൊലക്കുറ്റം വിധിക്കപ്പെട്ട, കൊലക്കുറ്റം ചെയ്ത ഖിസാസിന് വേണ്ടി വരുന്ന ആളുകളോട്, പ്രതിക്കൊല ചെയ്യണമെന്ന് പറഞ്ഞു വരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് ചെയ്യാൻ വേണ്ടി, കോടതിയാണ് നബി തങ്ങൾ, ജഡ്ജിയാണ് നബി തങ്ങൾ മാപ്പ് കൊടുക്കാൻ വേണ്ടി അവരോട് പറയാറുണ്ടായിരുന്നു. ഏത് കുറ്റം ഇങ്ങനെ ചെയ്താലും, ഈ കൊലക്കുറ്റം കേസ് വന്നാൽ അതിന്റെ ഉടമസ്ഥരോട്, കുടുംബാംഗങ്ങളോട് മാപ്പ് ചെയ്യാൻ വേണ്ടി തങ്ങൾ പറയാതിരുന്നിട്ടില്ല. ജഡ്ജിയാണ് ഇങ്ങനെ മാപ്പ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുന്നത്. അപ്പോൾ അത് എന്ത് തെറ്റാണുള്ളത്? പുണ്യമാണ്. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, റുഫിഅ ഇലൈഹി ഖാതിലുൻ അഖറ, മൊഴി പറഞ്ഞ ഒരു കൊലയാളി, ഘാതകന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കേസ് പറയപ്പെട്ടപ്പോൾ നബി തങ്ങൾ ഫഖാല അഖി അൽ ഖതീൽ ഉഫു അൻ, കൊല്ലപ്പെട്ടവന്റെ സഹോദരനെ വിളിച്ചുകിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. അപ്പൊ മാപ്പ് ചെയ്യാൻ വേണ്ടി പറയുക എന്നത് ജഡ്ജിക്ക് പോലും പറ്റും. പിന്നെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ത് തെറ്റാണുള്ളത്?
അതൊരിക്കലും തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരു പുരോഹിതനും സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമ്മുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥമാണ്. എന്നാൽ വഹാബി പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ, ഇബ്നു ബാസ് നിങ്ങൾ അംഗീകരിക്കുമോ? ഇബ്നു ബാസിന്റെ ഫത്വ നിങ്ങൾക്ക് കാണാം. ഇദാ അഫാ വലിയുദ്ദമി അനിൽ ഖിസാസ് ബഅദ സുദൂരി ഹുക്മിൽ ഖാദി, ജഡ്ജ് വിധിച്ചതിന് ശേഷം, വഹാബി കേട്ടോ, ജഡ്ജ് വിധിച്ചതിന് ശേഷം പ്രതിക്കൊലയെ തൊട്ട് ഖിസാസിനെ തൊട്ട് മാപ്പ് കൊടുത്താൽ യസ്ഖുത്തുൽ ഖിസാസ്, ഖിസാസ് ഒഴിവായി പോകും. മാപ്പ് കൊടുക്കുന്നത് പാടില്ല എന്ന് എവിടെയാണുള്ളത്? ജഡ്ജി വിധിച്ചതിന് ശേഷം മാപ്പ് കൊടുക്കുന്നത്. ഹാദാ മാ ഖററഹു ശൈഖ് ഇബ്നു ബാസ്, ഇത് ഇബ്നു ബാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വഹാബികളൊക്കെ എവിടുന്നാ അത് പഠിക്കുന്നത്? ഒരാളോടുള്ള അസൂയയും കുഴുമ്പും കുശുമ്പും ശത്രുതയും ദീനിന്റെ പേരിൽ എന്ത് തോന്നിവാസവും പറയുകയാണോ? ആരാ പറഞ്ഞത് ഖിസാസിൽ ജഡ്ജി വിധിച്ചതിന് ശേഷം മാപ്പ് ചെയ്യാൻ പാടില്ല എന്ന്? എവിടെയാ തെളിവുള്ളത്? മാപ്പ് ചെയ്യൽ ശ്രേഷ്ഠമാക്കിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. എല്ലാവരും ഇങ്ങനെ കൊല്ലണം എന്ന് അല്ല, മാപ്പ് ചെയ്താൽ കൊലയില്ല എന്നതാണ്. അവർ മാപ്പ് ചെയ്യാതിരുന്നാൽ മാത്രമേ കൊല നടത്തേണ്ടതുള്ളൂ. ആ മാപ്പിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് എവിടെയാണ് തെറ്റാണെന്ന് പറഞ്ഞത്? പിന്നെ ഇവർക്ക് പറയാനുള്ള ഒരു തെളിവുണ്ട്, അതുകൂടി വിശകലനം ചെയ്യാം. കൊലക്കുറ്റം അവിടെ ഖിസാസ് എടുക്കുക എന്നത്, പ്രതിക്കൊല ചെയ്യുക എന്നത് കൊല്ലപ്പെട്ടവന്റെ കുടുംബാംഗങ്ങൾക്ക് ഉള്ള അവകാശമാണ്, അവരുടെ അപേക്ഷയാണ്. എന്നാൽ കളവ് നടത്തിയാൽ, ഒരാൾ കട്ടാൽ അവിടെ കൈമുറിക്കണമെന്നാണ്. അതിന്റെ നിയമങ്ങളൊക്കെയുണ്ട്. നിയമങ്ങൾ പാലിക്കപ്പെടുമ്പോൾ കൈമുറിക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതിൽ ഒരിക്കലും കോടതി കേസായി കഴിഞ്ഞാൽ, വിധിച്ചു കഴിഞ്ഞാൽ, വിധി കൈമുറിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ മാപ്പ് ചെയ്യപ്പെടുകയില്ല. കട്ടപ്പെട്ട ആരുടേതാണോ കട്ടത് അയാൾ മാപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് അള്ളാഹുവിന്റെ ഹദ്ദാണ്, അള്ളാഹുമായി അള്ളാഹു നടപ്പിലാക്കിയ അള്ളാഹുവിന്റെ ഹക്കായ ഹദ്ദാണ്. മറ്റേത് കൊല്ലപ്പെട്ടവരുടെ അവകാശികൾക്കുള്ള നഷ്ടം ആ നഷ്ടത്തിന് പകരമാണ്. കാരണം നഷ്ടം തിരിച്ചു കൊല്ലലാണ്. അവിടെ നഷ്ടത്തിന്റെ അവരുടെ പരിഹാരമായി അവരും പറയുന്നതെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. മാപ്പ് ചെയ്യുകയാണ് പരിഹാരം എന്ന് അവർ മാപ്പാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ കട്ടാൽ കൈമുറിക്കുക എന്നത് അത് ഹക്കുള്ളയാണ്. അത് സൃഷ്ടികൾക്ക് കൊടുക്കേണ്ട ഹക്കല്ല, അത് അള്ളാഹുവിന്റെ ഹക്കാണ്. അള്ളാഹുവിന്റെ ഹക്ക് ആയ ഹദ്ദുകളിൽ, ശിക്ഷകളിൽ അവിടെ മാപ്പില്ല. നിശ്ചിത ശിക്ഷ തന്നെ കോടതിയിലെത്തി കേസ് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാപ്പില്ല എന്ന് കാണാം. അങ്ങനെ വിധി പറഞ്ഞൊരു കേസിൽ ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് മാപ്പിന് അപേക്ഷിച്ചു. മഖ്സൂമി കുടുംബത്തിൽപ്പെട്ട ഒരാൾ കട്ടപ്പോൾ, ഒരു സ്ത്രീ കട്ടപ്പോൾ, അപ്പൊ ഉസാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹക്കിൽ ഒരിക്കലും നീ ശുപാർശ ചെയ്യരുത് മോനെ, അങ്ങനെ ചെയ്താൽ പാടില്ല മോനെ എന്ന് പറഞ്ഞു. അത് കൊലക്കുറ്റമാണ്. അല്ല, അത് കൊലക്കുറ്റമല്ല, അത് കളവാണ്, കളവ് കേസാണ്. കളവ് കേസിൽ കോടതിയിലെത്തിയാൽ മാപ്പില്ല, കോടതിയിലെത്തി വിധിച്ചാൽ മാപ്പില്ല. അതിനു മുമ്പ് കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ധാരണയെത്തി മാപ്പ് കൊടുക്കാം, അത് മറ്റൊരു വിഷയം. അത് കൊലക്കുറ്റവും കളവും രണ്ടും വേർതിരിക്കാതെ മനസ്സിലാക്കാത്ത വഹാബി പുരോഹിതന്മാർ തോന്നിയത് പറയുകയാണ് എന്ന് മാത്രമല്ല, അങ്ങനെ വേറെയുമുണ്ട്. ഇപ്പൊ വ്യഭിചാരത്തിന്റെ കുറ്റം കോടതിയിൽ തെളിഞ്ഞു ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ കോടതി അദ്ദേഹത്തിന് പ്രത്യേകമായ ശിക്ഷ വിധിക്കപ്പെട്ടാൽ പിന്നെ ആരെങ്കിലും ഞങ്ങളെ നാട്ടില് ക്ഷേമന്മാരാണ്, അതുകൊണ്ട് അവനെ ആ ശിക്ഷ നടപ്പാക്കാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തന്നെ ആർക്കും വരാൻ അവകാശമില്ല. അതിനേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വ്യഭിചാരിക്കുള്ള ശിക്ഷ ഹക്കുള്ളയാണ്. അതുപോലെ
കള്ളൻകുള്ള ശിക്ഷ ഹക്കുള്ളയാണ്. എന്നാൽ ഖിസാസ് പ്രതിക്കൊല അത് ഹക്കുൽ ആദമിയാണ്, സൃഷ്ടികൾക്ക് നൽകേണ്ട അവകാശമാണ്. അത് രണ്ടും വേർതിരിവുണ്ട് എന്ന് മനസ്സിലാക്കാതെ വമ്പം പൊട്ടത്തരങ്ങള് വിളമ്പുകയാണ് വഹാബി പുരോഹിതൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ പേരിലുള്ള അസൂയക്ക് വേണ്ടി. പരിശുദ്ധ സുൽത്താനുൽ ഉലമ ആദ്യമായി അവിടുത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ആദ്യമായി ഓതിത്തരാറുള്ള, വായിച്ചു തരാറുള്ള തിരുവചനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനം, ഇർഹമു മൻ ഫിൽ അർദ് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ ചെയ്യുന്നവർ, റഹ്മത്ത് ചെയ്യുന്നവർ, അനുഗ്രഹങ്ങൾ ചെയ്യുന്നവർ, ദയയുള്ളവർ, അവർക്ക് റഹ്മാനായ അല്ലാഹു, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അല്ലാഹു അനുഗ്രഹം ചൊരിയുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും നിങ്ങൾ കരുണ ചെയ്യണം. ഇർഹംകും മൻ ഫിസ് സമാ, ആകാശത്താധിപത്യമുള്ള അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ശൈഖുന ആദ്യമായി ഓതിത്തരാറുള്ള വചനം. ഈ ശൈഖുന ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്വമാണ്. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ആരെന്നോ ഇല്ലാതെ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ ഉസ്താദ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ദീനാണ്, നബി തങ്ങളുടെ റഹ്മത്തിന്റെ ഭാഗമാണ്, പരിശുദ്ധ ഖുർആനിന്റെ മാപ്പിന്റെ ഭാഗമാണ്, അല്ലാതെ ഒന്നുമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദീനറിയാതെ തോന്നിയത് പറയുന്ന ഇത്തരം ആളുകളെ ഫിത്നയിൽ ആരും പെട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.